2018 ജനുവരി മുതൽ UAE വാറ്റ് ഇംപ്ലിമെന്റ് ചെയ്തത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ടാലി സോഫ്റ്റ്വെയറിൽ UAE വാറ്റ് എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്നും അത് എങ്ങനെ വർക്ക് ചെയ്യുമെന്നും നമുക്കിവിടെ നോക്കാം. അപ്പോൾ നമുക്ക് ടാക്സബിൾ ട്രാൻസാക്ഷൻസ് ടാലിയിൽ എങ്ങനെ ചെയ്യുന്ന നോക്കാം. നമ്മൾക്കപ്പോൾ ടാലിയിൽ എങ്ങനെ വാറ്റ് ഉണ്ടായിരിക്കും. മീൻസ് കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിയേഷൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൽ മുന്നേ ക്രിയേറ്റ് ചെയ്തുള്ള കമ്പനിയാണ് എങ്കിൽ F11 ഫീച്ചേഴ്സ് ടാലി ഓപ്പൺ ചെയ്തിട്ട് കമ്പനി ഓപ്പൺ ചെയ്ത ശേഷം F11 അടിക്കുക. F11 ഫീച്ചേഴ്സിൽ എനേബിൾ വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചോദിക്കുന്നത് നമ്മളുടെ എമിറേറ്റ്സ് ഏതാണെന്നാണ്. അപ്പോൾ എമിറേറ്റ്സ് ദുബായ് ഞാൻ സെലക്ട് ചെയ്തു. TRN എന്ന് പറയുന്നത് ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ ആണ്. അത് നമ്മുടെ ടാക്സ് സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കും. ദെൻ രജിസ്ട്രേഷൻ ഡേറ്റ്, എഫക്റ്റീവ് ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ടായിരിക്കും ടാക്സ് സർട്ടിഫിക്കറ്റിൽ. ആ എഫക്റ്റീവ് ഡേറ്റ് ആണ് നമുക്കിവിടെ രജിസ്ട്രേഷൻ ഡേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ പീരിയഡിസിറ്റി ക്വാർട്ടറിൽ തന്നെയാണ് വരുന്നത്. സെറ്റ് ആൾട്ടർ വാറ്റ് ഡീറ്റെയിൽസ് കൊടുത്ത് തന്നെ വാറ്റിന്റെ ഡീറ്റെയിൽസ് എത്ര പെർസെൻറ്റേജ് ആണ് നമ്മളുടെ ടാക്സ് എന്നുള്ളത് കൊടുക്കാം. ഓട്ടോമാറ്റിക് അവിടെ വരും. ദെൻ കമ്പനി ഇൻഡെസിഗ്നേറ്റഡ് സോൺ. കമ്പനി ഇൻഡെസിഗ്നേറ്റഡ് സോൺ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഫെൻസ്ഡ് ഫ്രീ സോണുകളൊക്കെ ഉണ്ടായിരിക്കാം. ഫ്രീ സോണിലോ തന്നെ വർക്ക് ചെയ്യുന്ന കമ്പനീസ്. അപ്പൊ അങ്ങനെയുള്ള കമ്പനി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ യെസ് കൊടുക്കാം. അത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് F11 ഫീച്ചേഴ്സ് സേവ് ചെയ്യുക. ടാക്സ് എനേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വാറ്റിനൊരു ലെജർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലെജറിന്റെ ആൾട്രേഷനിൽ പോയിട്ട് കാണിച്ചു തരാം. വാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലെജർ. അപ്പോൾ ലെജറിന്റെ പേര് വാറ്റ് എന്നാണ് കൊടുക്കുന്നത്. നമുക്ക് മൾട്ടിപ്പിൾ ലെജേഴ്സ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മുന്നിട്ട് അതിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അറിയാം, ഇൻപുട്ട് ടാക്സ്, ഔട്ട്പുട്ട് ടാക്സ്, ടാക്സ് പേയബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ലെജർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പുതിയ മെക്കാനിസം പ്രകാരം നമുക്ക് ഒരൊറ്റ ലെജർ ക്രിയേറ്റ് ചെയ്താൽ മതി. ലെജറിന്റെ പേര് വാറ്റ്. അണ്ടർ വരുന്ന ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ്. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി വാറ്റ് ആണ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാറ്റിന്റെ ലെജറായി. അടുത്ത വരുന്നത് കസ്റ്റമർ സപ്ലൈ ലെജർ ഐറ്റം ക്രിയേഷൻ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമർ സപ്ലൈ ലെജർ ക്രിയേറ്റ് ചെയ്യാം. ലെജർ കസ്റ്റമർ ലോക്കൽ എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യുക. അണ്ടർ സൺഡേ ഡറ്റ്. ഇവിടെ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എമിറേറ്റ്സ് കൺട്രി ഈ ഒരു ഏരിയ മസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ദുബായ് ആണോ അജ്മാൻ ആണോ എന്നുള്ളത്. അതുപോലെ കൺട്രി ഓട്ടോമാറ്റിക് സെലക്ട് ആവും നമ്മൾ എമിറേറ്റ്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ വരുന്ന ഭാഗം വാറ്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആണ്. വാറ്റ് എനേബിൾ ചെയ്യാൻ മാത്രമേ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടുള്ളൂ. വാറ്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസിൽ വരുന്നത് രജിസ്റ്റേർഡ് ആണോ അൺരജിസ്റ്റേർഡ് ആണോ എന്നുള്ളത്. റെഗുലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ് ടാക്സ് അതോറിറ്റി ആയിട്ട്, എന്ന് മുതൽ രജിസ്റ്റേർഡ് ആണ് എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു കസ്റ്റമർക്ക് ഇൻ ബിറ്റ്വീൻ രജിസ്ട്രേഷൻ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കേസ് വരുമ്പോൾ അന്ന് മുതലായിരിക്കും അവരുടെ ട്രാൻസാക്ഷൻ ടാക്സബിൾ ആവുന്നുള്ളൂ. അവരുടെ നമ്മൾ മേടിക്കുന്ന ട്രാൻസാക്ഷനും അതിൽ ടാക്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ രജിസ്ട്രേഷൻ ഡേറ്റ് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ മുന്നേ രജിസ്റ്റർ ചെയ്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനി ഒന്ന് സ്റ്റാർട്ട് ചെയ്തു, ആ ഒരു ഡേറ്റ് ഇവിടെ ഓട്ടോമാറ്റിക് വരും, അതന്നെ കൊടുത്താൽ മതി. ഇനി ആ കസ്റ്റമറുടെ TRN ഡീറ്റെയിൽസ് TRN കൊടുത്തു. അതുപോലെ തന്നെ കസ്റ്റമർ KS എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ. എന്തുകൊണ്ടാണ് ഞാൻ കസ്റ്റമർ KS എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് വരുന്നത് ഇപ്പോൾ GCCയിൽ തന്നെ ടാക്സ് ഉള്ള രാജ്യങ്ങളുണ്ട്, ടാക്സ് ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ UAE പോലെ UAE, സൗദി അറേബ്യ, ബഹ്റൈൻ, ഒമാൻ ഈ രാജ്യങ്ങളിലൊക്കെ ടാക്സ് ഉണ്ട്. അപ്പോൾ അവരായിട്ടുള്ള ട്രാൻസാക്ഷൻ വരുമ്പോൾ അതിൽ കാൽക്കുലേഷൻ ടൈപ്പ് വരുന്നത് വേറെ രീതിയിലാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കസ്റ്റമർ KS എന്ന് പറഞ്ഞ് കൊടുത്തത്. ഇവിടെ ഞാൻ എമിറേറ്റ്സ് എന്നുള്ളടത്ത് സൗദി അറേബ്യ എന്ന് കൊടുക്കുകയാണ്. സൗദി അറേബ്യ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ റീജിയൻസ് നമുക്ക് ഇവിടെ കാണിച്ചു തരും. ആ റീജിയൻസിൽ ഏത് റീജിയനാണ് കസ്റ്റമർ ഉള്ളതെന്ന് സെലക്ട് ചെയ്യാം. ദെൻ കസ്റ്റമർ റെഗുലർ ആണോ അൺരജിസ്റ്റേർഡ് ആണോ എന്നുള്ളതാണ്. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ CC കൺട്രീസിൽ നമ്മൾ B2B ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടായിരിക്കും, B2C ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഡെഫിനറ്റ്ലി B2C ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കസ്റ്റമർ ഇവിടെ ഒന്ന് വാങ്ങും. കസ്റ്റമർക്ക് ചിലപ്പോൾ TRN ഉണ്ടായിരിക്കുമല്ലോ, ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുമല്ലോ. രജിസ്ട്രേഷൻ ഇല്ലാത്ത കേസാണെങ്കിൽ അവിടെ ടാക്സ് അപ്ലിക്കബിൾ ആണ്. രജിസ്ട്രേഷൻ ഉള്ള കേസാണെങ്കിൽ ടാക്സ് അവിടെ അപ്ലിക്കബിൾ അല്ല. അപ്പോൾ ആ ഒരു ഓപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ GCCയിൽ ഈ ടാക്സ് ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ റെഗുലർ എന്ന് കൊടുക്കുകയാണ്. കസ്റ്റമർ KS. ഇനിയിപ്പോൾ ഞാൻ വേറൊരു കേസ് കൊടുക്കുകയാണ്. കസ്റ്റമർ KS അൺരജിസ്റ്റേർഡ്. ഡെപ്റ്റ് നമ്മൾ കൊടുത്തു. ഇവിടെ KS സൗദി അറേബ്യ കൊടുത്തു, മദീന കൊടുത്തു. ഇവിടെ ഓപ്ഷൻ ഞാൻ അൺരജിസ്റ്റേർഡ് കൊടുത്തു. അപ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അതിന്റെ മാറ്റം എന്താണെന്ന് കാണാം ടാക്സ് അപ്ലിക്കബിലിറ്റിയിലുള്ളത്. അതുപോലെ കസ്റ്റമർ ഇന്ത്യ ഞാൻ കൊടുക്കുകയാണ്. സൺഡ്രി ഡെപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഇവിടെ ഇന്ത്യ, കേരള ഞാൻ കൊടുത്തു. മറ്റ് ഫോറിൻ കൺട്രീസ് കൊടുക്കുമ്പോൾ അവിടെ ടാക്സ് ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കുന്നില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് സപ്ലയർ ക്രിയേറ്റ് ചെയ്യാം. സപ്ലയർ ലോക്കൽ, സൺഡ്രി ക്രെഡിറ്റേഴ്സ് ദുബായിന് കൊടുത്തു, റെഗുലർ ആണ്. അതേപോലെ തന്നെ സപ്ലയർ ലോക്കൽ അൺരജിസ്റ്റേർഡ്, സൺഡേ ക്രെഡിറ്റേഴ്സ് ദുബായിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അൺരജിസ്റ്റേർഡ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് കസ്റ്റമറും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സപ്ലയറും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സപ്ലയർ ഇന്ത്യ, സൺഡേ ക്രെഡിറ്റേഴ്സ് ഇന്ത്യ, കൺട്രി ഇന്ത്യ കൊടുത്തു. പിന്നെ അവിടെ അസാം കൊടുക്കണം. ഇന്ത്യ വരുമ്പോൾ നമുക്ക് എന്താണ് അവിടെ ടാക്സ് ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കുന്നില്ല. സേവ് ചെയ്തു.
അടുത്തായിട്ട് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് സ്റ്റോക്ക് ഐറ്റം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഐറ്റം എ ഐറ്റം ബി എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ഐറ്റം എ വേറെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. നമ്പേഴ്സ് ഇവിടെ ഓട്ടോമാറ്റിക്കലി ടാക്സിബിലിറ്റി 5% വരുന്നുണ്ട്. ഐറ്റം ബി നമ്പേഴ്സ് ടാക്സിബിലിറ്റി 5% വന്നിട്ടുണ്ട്. ഇനി സീറോ റേറ്റഡ് ഐറ്റം ഒരെണ്ണം ഞാൻ ക്രിയേറ്റ് ചെയ്യാം, ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. സീറോ റേറ്റഡ് ഐറ്റം ഓൾറെഡി ഇൻ്റെ ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൾട്ടർ സ്റ്റോക്ക് ആയി സീറോ റേറ്റഡ് ഐറ്റം. അപ്പോൾ സീറോ റേറ്റഡ് ഐറ്റം ആകുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ കൊടുക്കേണ്ടത്? ടാക്സിബിലിറ്റി എന്നുള്ളത് 0% കൊടുത്താൽ വേറെ ഒന്നുമില്ല. സീറോ റേറ്റഡിൽ വരുന്ന മെഡിസിൻസ് പോലെയുള്ള ഐറ്റംസ് ഒക്കെയാണ് സീറോ റേറ്റഡ് ഉണ്ടാവും. മുന്നേ സപ്ലയറിനെയും അതേപോലെ ഐറ്റം ക്രിയേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ സെയിൽസ് ആൻഡ് പർച്ചേസ് ലെജർ എങ്ങനെയാ നോക്കാം. ആൾട്ടർ സെയിൽസ് ലെജർ സെയിൽസ്. ആ സെയിൽസ് ലെജറിനകത്ത് ടാക്സബിൾ 5% ഗുഡ്സ് എന്നുള്ള കൊടുത്തിട്ടുണ്ട്. സെയിം തന്നെ പർച്ചേസിലും ടാക്സബിൾ 5% ഗുഡ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അടുത്തായിട്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് വൗച്ചേഴ്സിനകത്ത് ആദ്യം തന്നെ നമുക്കൊരു പർച്ചേസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ 1 ജനുവരിയിൽ തന്നെ റെക്കോർഡ് ചെയ്യാം. സപ്ലൈൻ്റെ ഇൻവോയ്സ് നമ്പർ. കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈച്ച് ട്രാൻസാക്ഷൻ എങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ നോക്കാം. സപ്ലയർ ലോക്കലുള്ള ഒരു രജിസ്റ്റേർഡ് സപ്ലയറിൽ നിന്ന് പർച്ചേസ് ചെയ്യും നമ്മൾ. ഐറ്റം എ 100 ക്വാണ്ടിറ്റി 10 തരം വെച്ചിട്ട്. ഐറ്റം ബി അഗൈൻ 100 ക്വാണ്ടിറ്റി 20 തരം വെച്ചിട്ട് നമ്മൾ വാങ്ങും. അടുത്തൊരു ഐറ്റത്തിന്റെ ലൈൻ ഞാനിവിടെ ബ്ലാങ്ക് ആക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിങ് ഡീറ്റെയിൽസ് ചോദിക്കും. അവിടെ വാറ്റ് സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക് അതിന്റെ വാറ്റ് കാൽക്കുലേഷൻ വരും. എൻട്രി സേവ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നുള്ളൂ. അതേപോലെ തന്നെ സപ്ലയർ ലോക്കൽ അൺരജിസ്റ്റേർഡ്. നമ്മൾ അൺരജിസ്റ്റേർഡ് ആയുള്ള ഒരു സപ്ലയറിൽ നിന്ന് സാധനം വാങ്ങാൻ ചെയ്യുന്നത് തരുന്നത് ടാക്സ് ഇൻവോയ്സ് ആയിരിക്കില്ല, ഒരു നോർമൽ ഇൻവോയ്സ് ആയിരിക്കും തരുന്നത്. അപ്പോൾ ഐറ്റം എ 10 നമ്പർ 10 തന്നെ വെച്ച് വാങ്ങുന്നു. ഐറ്റം ബി 20 നമ്പർ 20 എണ്ണം വെച്ച് വാങ്ങുന്നു. അപ്പോൾ നേരത്തെ ചെയ്ത സെയിം പോലെ നമ്മൾ വാറ്റ് എന്നുള്ള കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. കാരണം ആ ഒരു സപ്ലയർ ടാക്സ് രജിസ്റ്റേർഡ് അല്ല. അപ്പോൾ അവർ തരുന്ന ഇൻവോയ്സിൽ അവർ ടാക്സ് ചാർജ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ടാക്സിന്റെ ഡീറ്റെയിൽസ് വരില്ല, ടാലി കാൽക്കുലേറ്റ് ചെയ്യില്ല. അപ്പോൾ ടാലി ഇത് എവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ ടാലിയിൽ നമ്മൾ പഞ്ച് ചെയ്യുമ്പോഴും ആ ട്രാൻസാക്ഷനിലെ ടാക്സ് ഡീറ്റെയിൽസ് ടാലി വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ചെക്കിങ് വരുന്നത് സപ്ലയറിന്റെ ലെജൻഡ് അകത്തു നിന്നാണ്. ഒന്ന് സപ്ലയർ രജിസ്റ്റേർഡ് ആണോ അൺരജിസ്റ്റേർഡ് ആണോ എന്നുള്ള ചെക്ക് ചെയ്യും. രണ്ടാമത്തെ സപ്ലയർ ലോക്കലുള്ള സപ്ലയർ ആണോ ഫോറിൻ സപ്ലയർ ആണോ നോക്കും. അപ്പോൾ ഫോറിൻ സപ്ലയർ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GCC കൺട്രീസ് ഉള്ളതാണോ എന്നുകൂടെ ചെക്ക് ചെയ്യും. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് വെച്ചുകൊണ്ടാണ് ഈ ഒരു ലെജറിൽ നിന്ന് ആ ട്രാൻസാക്ഷൻ ടാക്സിബിൾ ആണോ അല്ലേ എന്നുള്ളത് വാലിഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് വരുന്നത് നമ്മുടെ പർച്ചേസ് ലെജർ. ഇപ്പോൾ സെയിൽസിലാണെങ്കിൽ സെയിൽസ് ലെജർ. ഈ ലെജറിനകത്ത് നമ്മൾ ടാക്സിബിലിറ്റി എന്താണ് കൊടുത്തത്, ടാക്സിബിൾ ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യും. അപ്പോൾ ഈ ലെജർ നമുക്ക് ടാക്സിബിൾ അല്ല എങ്കിൽ ടാക്സ് കാൽക്കുലേഷൻ ഓട്ടോമാറ്റിക് അവിടെ വരുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളുടെ ഒരു ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസ് വരാണ് ഗ്രൂപ്പ് കമ്പനികളിലുള്ള ഒരേ TRN ഗ്രൂപ്പിലുള്ള കമ്പനികളിൽ ട്രാൻസാക്ഷൻ വരുമ്പോൾ അവിടെ ടാക്സ് ആപ്ലിക്കേഷൻ വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അങ്ങനെ ഒരു പർച്ചേസ് ഇന്റർ കമ്പനി എന്ന് കൊടുത്തുകൊണ്ട് നോട്ട് പാറ്റബിൾ എന്നുള്ള സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ അവിടെ ടാക്സ് ഇല്ലാതെ വരും. അപ്പോൾ മൂന്നാമത് വരുന്ന ചെക്കിങ് ഐറ്റത്തിന്റെ ലെജൻഡുള്ളിൽ. മൂന്നാമത് വരുന്ന ചെക്കിങ് ഐറ്റം മാസ്റ്ററിനകത്താണ്. ആ ഐറ്റം ടാക്സബിൾ ആണോ, സീറോ റേറ്റഡ് ആണോ, നോട്ട് പാറ്റബിൾ ആണോ, എക്സംപ്റ്റഡ് ആണോ എന്നുള്ള എല്ലാം ഇവിടെയാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതും കൂടെ കണക്കാക്കിക്കൊണ്ടാണ് ഈ ട്രാൻസാക്ഷനിലുള്ള വാറ്റ് ടാലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ രണ്ടാമത് ചെയ്ത ട്രാൻസാക്ഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാറ്റ് ടാലി കാൽക്കുലേറ്റ് ചെയ്തില്ല, കാരണം ഈ സപ്ലയർ അൺരജിസ്റ്റേർഡ് ആണ്. ഓക്കെ, മൂന്നാമതൊരു ട്രാൻസാക്ഷൻ പർച്ചേസ് തന്നെ ചെയ്യാം നമുക്ക്. സപ്ലയർ ഇന്ത്യ, ഒരു ഫോറിൻ സപ്ലയർ നമ്മൾ സെലക്ട് ചെയ്തു. സപ്ലയറിന്റെ പേര് വന്നു. അവിടെ വാറ്റ് ഡീറ്റെയിൽസ് ഒന്നും ഇല്ല, കാരണം ഇന്ത്യയിൽ ഇവിടുത്തെ പോലത്തെ വാറ്റ് അല്ലല്ലോ. പർച്ചേസ് ലെജർ സെലക്ട് ചെയ്ത ശേഷം ഐറ്റം എ നമ്മൾ സെലക്ട് ചെയ്യണം. ഐറ്റം എ ഒരു 1000 ക്വാണ്ടിറ്റി 5 വെച്ചെടുത്തു. ഐറ്റം ബി 1000 ക്വാണ്ടിറ്റി 10 വെച്ച് നമ്മളെടുത്തു. അഗൈൻ ഇവിടെ വാറ്റ് എന്നുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാറ്റ് വരില്ല, കാരണം ഇവിടെ വാലിഡേറ്റ് ചെയ്യുന്നത് സപ്ലയറിന്റെ ലൊക്കേഷൻ ഏതാണെന്നാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇന്ത്യ ആയതുകൊണ്ട് അതൊരു ഇമ്പോർട്ട് പർച്ചേസ് ആണ് വരുന്നത്. അപ്പോൾ ഇമ്പോർട്ട് പർച്ചേസിന് ടാക്സ് അപ്ലിക്കബിലിറ്റി ഇല്ല. അപ്പോൾ ഇത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് സെയിൽസ് ട്രാൻസാക്ഷൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. സെയിൽസ് ട്രാൻസാക്ഷൻ ചെയ്യാൻ FIT സെയിൽ അടിക്കുകയാണ്. റെഫറൻസ് നമ്പർ ഒന്നും കൊടുക്കണ്ട. കസ്റ്റമർ ലോക്കൽ, ഒരു ലോക്കൽ കസ്റ്റമർക്ക് നമ്മൾ സെയിൽ ചെയ്യാണ്. അപ്പോൾ ഐറ്റം എ നമ്മൾ സെയിൽ ചെയ്യുന്നത് 10 ക്വാണ്ടിറ്റി ആണ്, 20 തരം വെച്ചാണ് എടുക്കുന്നത്. ഐറ്റം ബി 10 ക്വാണ്ടിറ്റി 40 തരം വെച്ചെടുക്കുന്നു. നേരത്തെ ചെയ്തതിനെ വാറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാറ്റ് അവിടെ ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ലോക്കൽ സെയിൽ നടത്തുമ്പോൾ ഓട്ടോമാറ്റിക് വാറ്റ് കാൽക്കുലേഷൻ വരുന്നുണ്ട്. ഇനി കസ്റ്റമർ KSA, സൗദിയിലുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർക്ക് ഐറ്റം എ ഐറ്റം ബി വാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യില്ല, കാരണം ആ കസ്റ്റമർ ഓൾറെഡി അവിടെ രജിസ്റ്റേർഡ് ആണ്. ഇനിയിപ്പോൾ ടാക്സ് രജിസ്റ്റർ ചെയ്യാത്ത ഒരു കസ്റ്റമർ ആണ് എങ്കിൽ കസ്റ്റമർ KSA അൺരജിസ്റ്റേർഡ് ഐറ്റം എ വാറ്റ് കാൽക്കുലേഷൻ വരുന്നുണ്ട്. അപ്പോൾ അവിടെ വാറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അടുത്തായിട്ട് നമ്മളൊരു ഫോറിൻ കസ്റ്റമർ കൊടുക്കുക. കസ്റ്റമർ ഇന്ത്യ സെയിൽസ് ഐറ്റം എ 500 ക്വാണ്ടിറ്റി നമ്മൾ വിൽക്കുകയാണ്. അപ്പോൾ
ഇവിടെ വാറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാറ്റിന്റെ ഡീറ്റെയിൽസ് അവിടെ വലിയ വാറ്റ് കാൽക്കുലേഷൻ വരുന്നില്ല, ജസ്റ്റ് സേവ് ചെയ്താൽ മതി ട്രാൻസാക്ഷൻ. ഇത്രയുള്ള നമുക്ക് സെയിൽസ് പർച്ചേസ് ട്രാൻസാക്ഷൻ ടാക്സബിൾ ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. അടുത്തായിട്ട് നമുക്ക് ഈ ചെയ്ത ടാക്സ് ട്രാൻസാക്ഷൻ്റെ റിപ്പോർട്ടുകൾ എങ്ങനെ ടാലിയിൽ എടുക്കാൻ നോക്കാം. അപ്പോൾ ടാക്സിന്റെ റിപ്പോർട്ട് വരുന്നത് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ്, വാറ്റ് റിപ്പോർട്ട്സ് എന്ന് കാണാം. വാറ്റ് എടുത്തു കഴിഞ്ഞാൽ വാറ്റ് 201 എന്നുള്ളൊരു റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ടിനകത്താണ് നമുക്ക് വാറ്റിൻ്റെതായ എല്ലാ കാര്യങ്ങളും കിട്ടുന്നത്. അപ്പോൾ അവിടെ തന്നെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അതിന്റെ ടോട്ടൽ എത്ര ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരു 7 ട്രാൻസാക്ഷൻസ് ചെയ്തിട്ടുണ്ട്. അതിൽ നോട്ട് റെലവെന്റ് ഫോർ റിട്ടേൺ, എല്ലാ ട്രാൻസാക്ഷനും റെലവെന്റ് ആണ്. ഇപ്പൊ ഏതെങ്കിലും ട്രാൻസാക്ഷൻ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനിടയ്ക്ക് ഒരു പ്രീപെയ്ഡ് എക്സ്പെൻസിന്റെ ജേണൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെലവെന്റ് അല്ലാത്ത ട്രാൻസാക്ഷൻ വരും. അപ്പൊ ആ നമ്പേഴ്സ് കൂടെ കാണിക്കും. അൺസർട്ടൈൻ ട്രാൻസാക്ഷൻസ്, ഇപ്പൊ ട്രാൻസാക്ഷൻസിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇല്ലാത്തതോ അല്ലെങ്കിൽ ടാക്സ് എമൗണ്ട് കാൽക്കുലേഷൻ തെറ്റുള്ളതൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ കാണിച്ചു തരും. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് വേറെ ഡീറ്റെയിൽസ് കിട്ടുന്നത് ഡൊമസ്റ്റിക് ടാക്സബിൾ സപ്ലൈസ്, ഇൻട്രാ GCC സപ്ലൈസ് സെയിൽസിന്റെ, അതേപോലെ എക്സ്പോർട്ട് വരുന്നുണ്ട്. അടുത്ത പർച്ചേസിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് ടാക്സബിൾ പർച്ചേസ് എത്രയുണ്ട്, ഡൊമസ്റ്റിക് ടാക്സബിൾ അൺരജിസ്റ്റേർഡ് എത്രയുണ്ട്, ഇമ്പോർട്ട് ടാക്സബിൾ എത്രയുണ്ട് എന്നുള്ളത് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ എക്സ്പോർട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ഫോം ഉണ്ട്. റിട്ടേൺ ഫോമിലേക്ക് പോകാം നമുക്ക് ഓവറായിട്ട്. അപ്പോൾ ഈ ഒരു ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. FTR സൈറ്റിൽ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെയാണ് കാര്യങ്ങൾ ഉണ്ടായിരിക്കുക. ആ ഒരു കോളം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് ജസ്റ്റ് ആ വാല്യൂ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാറ്റ് ഫയലിംഗ് കൂടെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ ഓഡിറ്റ് ഫയലുകളുണ്ട്. ടോട്ടൽ ഡീറ്റെയിൽസ് അറിയാം, ഡൊമസ്റ്റിക് ടാക്സുകൾ സപ്ലൈസിന്റെ ഡീറ്റെയിൽസ് അറിയുന്നത് ജസ്റ്റ് അവിടെ നിന്ന് തന്നെ ഡ്രിൽ ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള വ്യൂ ഉണ്ട്. നമുക്ക് ഐറ്റം വൈസ് വ്യൂ ഉണ്ട്, അതേപോലെ ലെഡ്ജർ വൈസ് ഉണ്ട്, വൗച്ചർ വൈസ് ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി വൗച്ചർ വൈസ് ആണ് കിടക്കുന്നത്. ഇപ്പോൾ ഒരു ലെഡ്ജർ വൈസ് വ്യൂ കിട്ടണമെങ്കിൽ ലെഡ്ജർ വൈസ് വ്യൂ നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ ഐറ്റം വൈസ് ആണെങ്കിൽ ഐറ്റം വൈസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം വാറ്റ് ഓഡിറ്റ് ഫയലിന് നമുക്ക് സഹായിക്കും. ഈ സെയിം നമുക്ക് ബാക്കി എല്ലാ ലൈൻസിലും പോയാലും ഇൻട്രാ GCCയിൽ പോയിട്ടുള്ള എത്രയുണ്ടെന്ന് വെച്ചാൽ അതും നമുക്ക് ഇവിടെ കാണിക്കും. അതേപോലെ ടാക്സബിൾ പർച്ചേസ്, അൺരജിസ്റ്റേർഡ് പർച്ചേസ്, ഇമ്പോർട്ട് ടാക്സബിൾ, ഇതെല്ലാം നമുക്ക് ഇവിടെ കാണിക്കും. പിന്നെ അടുത്തായിട്ട് മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ RCM, റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്നുള്ളത്. UAE ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു RCM ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ വാട്ട് 201 എന്നുള്ള ഫോൺ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് റിപ്പോർട്ട്സിൽ അഗൈൻ റിവേഴ്സ് ചാർജ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ് കാണാനായിട്ട് പറ്റും. അവിടെ നമ്മളുടെ പീരീഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 Jan to 31 March എന്നുള്ള പീരീഡ് ആണ്. അപ്പോൾ അവിടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടും. ടോട്ടൽ എത്ര പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള, ഇമ്പോർട്ട് ടാക്സബിൾ എമൗണ്ട് 15,000, അതേപോലെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി 7,500. ഈ രണ്ട് വാല്യൂ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്തിട്ട് ഈ രണ്ട് വാല്യൂ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യേണ്ടി വരും, RCM എൻട്രി ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് അഡ്ജസ്റ്റ്മെന്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇൻക്രീസ് ഓഫ് ടാക്സ് ലയബിലിറ്റി ആൻഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുള്ള സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അവിടെ 3 ഓപ്ഷൻ കിട്ടും. ഇമ്പോർട്ട് ഉണ്ട്, ഇമ്പോർട്ട് GCC പർച്ചേസ് ഉണ്ട്, പർച്ചേസ് ഫ്രം ഡെസിഗ്നേറ്റഡ് സോൺ ഉണ്ട്. ഇവിടെ നമ്മൾ ഇമ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത്, കാരണം ഇന്ത്യയിൽ നിന്നാണല്ലോ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. കേസ് ആ ഇമ്പോർട്ട് വരുന്നത് GCC ആണെന്ന്, ഇപ്പൊ സൗദി അറേബ്യന്നോ ഒമാനിന്നോ ഒക്കെ ആണെങ്കിൽ ഇൻട്രാ GCC പർച്ചേസ് ആണ് വരുന്നത്. ഡെസിഗ്നേറ്റഡ് സോൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഫെൻസ്ഡ് ഫ്രീ സോണിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്തുള്ള കേസിന് വേണ്ടിയിട്ടാണ്. ഇതിൽ 2 കേസ് വരുന്നുണ്ട്. ഒന്ന് നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും ഇത്ര വാല്യൂ ഉള്ള ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഡിക്ലറേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിക്ലെയർഡ് എമൗണ്ട് ടാക്സ് പോർട്ടലിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നോ കൊടുത്തു. ഇവിടെ റെഫറൻസ് നമ്പർ വേറെ ഒന്നും കൊടുക്കാനില്ല. ഡെബിറ്റ് ചെയ്യേണ്ടത് വാറ്റ് എന്നുള്ള ലെഡ്ജറിനെയാണ്. അപ്പോൾ ഇവിടെ ടാക്സബിൾ എമൗണ്ട്, അപ്പോൾ നമ്മൾ നേരത്തെ നോട്ട് ചെയ്തുള്ള 15,000 ഇവിടെ കൊടുക്കാണ്. അതിന്റെ ടാക്സ് എമൗണ്ട് 750 ആണ് ഇവിടെ വരുന്നത്. വീണ്ടും ക്രെഡിറ്റ് വാറ്റ് ടാക്സബിൾ എമൗണ്ട് 15,000, അതിന്റെ ടാക്സ് വന്നുള്ള 750. ഒരു നരേഷൻ കൊടുക്കുക, ബീയിങ് RCM പോസ്റ്റഡ്. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ലയബിലിറ്റി ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. നേരത്തെ ഈ ലയബിലിറ്റി ബുക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടായിരുന്നില്ല, ഈ ഒരു 750 വന്നിരുന്നില്ല. ഇപ്പൊ ബാലൻസ് ലയബിലിറ്റി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 0 ആണ് വാല്യൂ കാണിക്കുന്നത്. അപ്പൊ ഈ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ വാറ്റ് റിപ്പോർട്ട്സിൽ വാട്ട് 201 എന്നുള്ള ഫോം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അതിന്റെ RCM കൂടെ റിഫ്ലക്റ്റ് ആയിട്ട് വരും. റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞു വന്നുള്ള കണ്ടോ, 15,000 റിവേഴ്സ് ചാർജ് വന്നിട്ട് അതിന്റെ ടാക്സ് എമൗണ്ട് 750 ആണ്. സെയിം ഇവിടെ റിവേഴ്സ് ചാർജ് വരുന്നുണ്ട്, അതിന്റെ ടാക്സ് എമൗണ്ട് 750 ആണ്. അപ്പോൾ എക്സ്പോർട്ട് റിട്ടേൺ ഫോം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിട്ടേൺ ഫോമിൽ നമുക്ക് അത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കാണും. പിന്നെ വാറ്റിന്റെ കാര്യങ്ങൾ RCM അടക്കം നമ്മുടെ റിട്ടേൺ ഫോം ഇതിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഫയൽ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ് സെയിൽസ് പർച്ചേസ് ട്രാൻസാക്ഷന്റെ ടാക്സബിലിറ്റി
ആക്ടിവിറ്റി ടാലിയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു സേവ് റിട്ടേൺ എന്നുള്ളൊരു ബട്ടൺ കാണാം. ഈ റിട്ടേൺ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഴയ പീരീഡിൽ പോയി കൊടുക്കുന്ന ഏത് സെയിൽസ് ട്രാൻസാക്ഷനും പിന്നീട് നമ്മൾ ഈ സെയിം പീരീഡിൽ പോയി പോസ്റ്റ് ചെയ്യുന്ന ടാക്സബിൾ ട്രാൻസാക്ഷൻ ഒന്നും റിഫ്ലക്ട് ചെയ്യില്ല. കാരണം നമ്മൾ ഓൾറെഡി റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മാറ്റങ്ങളൊന്നും വരാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ആ സേവ് റിട്ടേൺ എന്നുള്ളൊരു ബട്ടൺ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നോർമലി നമ്മളൊരു സെയിൽസ് പർച്ചേസ് ട്രാൻസാക്ഷൻസ് ഈ 3 കേസിൽ നമ്മൾ പറഞ്ഞ പോലെ ലോക്കൽ പർച്ചേസ്, അൺരജിസ്റ്റേർഡ്, ഇമ്പോർട്ട് GCC ഈ കണ്ടീഷൻസ് ഒക്കെ വരുന്നത്. സെയിൽസ് ആൻഡ് പർച്ചേസ് ട്രാൻസാക്ഷന് പുറമെ നമ്മളുടെ ടാക്സബിൾ ആയിട്ടുള്ള മറ്റ് എക്സ്പെൻസുകൾ, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ്, എക്സ്പെൻസുകളുടെ ഡയറക്റ്റ് നമ്മൾ എക്സ്പെൻസ് ബുക്ക് ചെയ്ത ഡയറക്റ്റ് പേയ്മെന്റ് കൂടെ അങ്ങനെ ചെയ്യാം. ഈ കാര്യങ്ങൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പറയുന്നതായിരിക്കും. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക.